ഹായ് ഹലോ. റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് 350യിലെ ഏറ്റവും പുതിയതും ആകർഷകവുമായ ബറ്റാലിയൻ ബ്ലാക്ക്, അതിന് തൊട്ട് മുകളിലുള്ള മിലിറ്ററി റെഡ് തുടങ്ങിയ വേരിയൻറ്റുകളെ ആസ്പദമാക്കി നമ്മളൊരു വീഡിയോ ചെയ്യാം എന്നുള്ളതായിരുന്നു. ഇന്ന് വളരെ അവിചാരിതമായിട്ട് നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ പോയപ്പോൾ നമ്മുടെ ബറ്റാലിയൻ ബ്ലാക്കിൻ്റെ ചെറിയൊരു സർവീസ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ഷോറൂമിൽ പോയപ്പോഴാണ് ആ ഒരു റെഡ് കളർ നമ്മുടെ കണ്ണിൽ കുടുങ്ങുന്നത് കേട്ടോ. അപ്പോൾ രണ്ട് ബൈക്കുകളെയും താരതമ്യം ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ. ഈ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് പ്രേമികൾക്കിടയിൽ ഇപ്പോൾ തരംഗമായിക്കൊണ്ടിരിക്കുന്ന രണ്ട് നിറങ്ങളാണ്. ഒന്ന് ഇപ്പോൾ നമ്മളീ പറയുന്ന ആ പഴയ ഗാംഭീര്യം ഓർമ്മിപ്പിക്കുന്ന ബറ്റാലിയൻ ബ്ലാക്കും നമ്മുടെ സ്വന്തം വണ്ടി അല്ലേ. രണ്ടാമത്തത് നിരത്തിൽ എന്നും തിളങ്ങി നിൽക്കുന്ന മിലിറ്ററി റെഡ്. നല്ല പേരാണ് ഇവൻ അല്ലേ. നിങ്ങൾ നോക്കിയേ, ആ കളറൊന്ന് നോക്കിയേ, ആരുടെയും കണ്ണിൽ ഉടക്കുന്ന തരത്തിലുള്ള ഒരു കളറാണ്. പക്ഷേ ഞാൻ ഒരു ഓപ്ഷനായിട്ട് പറയുക ബ്ലാക്കാണ്. ബ്ലാക്കിന് ശേഷമാണ് റെഡ് ഞാനൊരു ഓപ്ഷനായിട്ട് പറയുക. എന്തായാലും നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. റെഡാണോ ബ്ലാക്കാണോ നല്ലതെന്ന് കമൻറ്റ് ചെയ്യൂ. എന്തായാലും ലളിതമാണെങ്കിലും പ്രൗഢിയുള്ള ഒരു ബൈക്ക് ആഗ്രഹിക്കുന്നവർക്ക് ഈ രണ്ട് വേരിയൻറ്റുകളും നൽകുന്ന വിഷ്വൽ എക്സ്പീരിയൻസ് ഒന്ന് വേറെ തന്നെയാണ് അല്ലേ. ഈ ബറ്റാലിയൻ ബ്ലാക്കിൻ്റെ സവിശേഷതകൾ പറഞ്ഞു തുടങ്ങാമെന്നാണ് തോന്നുന്നത്. എന്തായാലും ബറ്റാലിയൻ ബ്ലാക്കിലേക്ക് തന്നെ വരാം. ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു പട്ടാള ചിട്ടോടെയുള്ള ലുക്കാണ് നമ്മുടെ ഈ ഒരു മോഡലിനുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിലെ ഗോൾഡൻ നിറത്തിലുള്ള പിൻ സ്ട്രൈപ്പിങ്ങും സിറ്റിലെ എന്താ പറയുന്നത് അല്ലേ, നമ്മൾ സിറ്റിങ്സിലെ അല്ലെങ്കിൽ ആ സീറ്റിങ്ങിലെ ഡിസൈനുമൊക്കെയാണ് വ്യത്യസ്തമാകുന്നത്. പഴയകാല ബുള്ളറ്റുകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ബെഞ്ച് സീറ്റും ടാങ്കിലെ ആ ഐക്കോണിക് ബാഡ്ജും ഈ ബ്ലാക്ക് കളറിന് ഒരു ക്ലാസിക് ടച്ച് തന്നെ നൽകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ക്രോം ഫിനിഷിങ്ങും കറുപ്പ് തമ്മിലുള്ള കോമ്പിനേഷൻ ബൈക്കിനൊരു റെട്രോ ഫീൽ നൽകാൻ സഹായിക്കുന്നുമില്ലേ? ഉണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് തോന്നിയോ? കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും ഇതിന് തൊട്ട് മുകളിൽ നിൽക്കുന്ന മിലിറ്ററി റെഡ് വേരിയൻറ്റിലേക്കൊന്ന് നോക്കിയാൽ ചുവപ്പെന്ന് പറയുമ്പോഴുള്ള ആ ഒരു പ്രത്യേക തിളക്കമുള്ള എന്നാൽ അധികം ആഡംബരമില്ലാത്ത ഒരു ഷെയ്ഡ്, അതും പൊളിയാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ബ്ലാക്കിൻ്റെ കൂടെയാണ്. നിങ്ങൾ എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ബുള്ളറ്റ് 350യുടെ കാര്യത്തിന് ഈ കളർ നൽകുന്ന അല്ലെങ്കിൽ ഈ ഒരു റെഡ് കളർ നൽകുന്ന എനർജി ചെറുതല്ല. കാരണം കുറേ കാലം കഴിഞ്ഞാലും പഴയ വണ്ടികളിൽ പോലും നിങ്ങൾ ഈ ഒരു റെഡ് കളറൊക്കെ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കുറേ അധികം കാലം കഴിഞ്ഞാൽ പോലും ഇതൊന്നും ഫെയ്ഡ് ആകുന്നില്ല ആ കളറുകൾ എന്നുള്ളതാണ്. മറ്റ് മാറ്റങ്ങളൊന്നും നമുക്കില്ല, സാധാരണ പോലെ തന്നെയാണ്, കാര്യമായ ഒരു മാറ്റവും. പിന്നെ ചില കസ്റ്റമൈസേഷൻസ് നമുക്ക് ഇവിടെ വണ്ടിയിൽ കാണാൻ പറ്റും. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ റോഡിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്ന